ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കല്ലുപ്പിന്റെ ഒക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതിനകത്ത് ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ആ വഴി അങ്ങ് പോയാൽ ശരിയാവത്തില്ല. അവർ സംശയം ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം അപ്പൊ കമന്റിലിടാതെ ഞാൻ വന്ന് പറയാം കേട്ടോ. അതറിഞ്ഞെങ്കിലല്ലേ ഓരോരുത്തർക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പൊ അതിലും നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങളുണ്ടോ, കഷ്ടപ്പാടുണ്ടോ, ഐശ്വര്യം ഉണ്ടാകാതിരിക്കുന്നുണ്ടോ, കടബാധ്യതകളൊക്കെ കൂടി കുമിഞ്ഞു കിടപ്പുണ്ടോ, ഇതെല്ലാം മാറ്റിത്തരും. നിങ്ങൾ വെളുത്തവാവ് ദിവസം, വെളുത്തവാവ് കഴിഞ്ഞുള്ള 8ാമത്തെ ദിവസം നിങ്ങളുടെ നായ്ക്കൾക്ക് നിങ്ങൾ ഈ ഒരു 3 സാധനങ്ങൾ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങളല്ല, കുറച്ച് 3 സാധനങ്ങൾ കൊടുക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്തു തുടങ്ങി. എൻ്റെ ദൈവമേ, നിങ്ങൾക്ക് നായ്ക്കളില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾ തെരുവ് നായ്ക്കളുണ്ടല്ലോ, നമ്മുടെ ഇതിലെ കൂടെ ഒക്കെ പോകുന്ന നായ്ക്കൾ, അവർക്കാണേലും ഇത് കൊടുത്താൽ മതി. ഈ ദിവസം മാത്രം കൊടുക്കണം. നമ്മുടെ മുത്തപ്പൻ്റെ വാഹനമല്ലേ നമ്മുടെ നായ എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുത്തപ്പൻ്റെ? ഞങ്ങളുടെ അമ്പലക്കടവിൽ മുത്തപ്പൻ വന്നായിരുന്നേ, അവിടെ ഒരു അമ്പലത്തിൽ. ഇവിടെ ഒത്തിരി ആൾക്കാർ പോയി മുത്തപ്പനെ കണ്ടു കേട്ടോ. ഞാനൊന്നും പോയില്ല. പക്ഷെ പോയവരെല്ലാം പറയുന്നത് മുത്തപ്പൻ്റെ പുറകെ 1000 നായ്ക്കളെങ്കിലും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ നായ്ക്കൾക്ക് കൊടുക്കാനുള്ള ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ മുത്തപ്പൻ നമ്മുടെ പ്രീതി സമ്പാദിപ്പിക്കും, നമുക്ക് നല്ല ഒരു ഇത് വരുത്തും, നമുക്ക് ഐശ്വര്യം ഉണ്ടാവും, പ്രതാപം ഉണ്ടാവും എന്നും പറഞ്ഞ് കുമിഞ്ഞുകൂടി കുറെ പൈസ തരുമെന്നല്ല പറയുന്നത്. കുടുംബത്തെ ശാന്തത, സമാധാനം, ഐശ്വര്യം എല്ലാം നിറഞ്ഞു നിൽക്കും. എന്തായിരിക്കും അതൊക്കെ എന്നുള്ളതെന്ന് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമ്മുടെ വെള്ളപ്പൊക്കം ഇച്ചിരി കയറിയിട്ടുണ്ട്, ഒത്തിരി വരവൊന്നുമില്ല കേട്ടോ. അപ്പൊ വീഡിയോയിലോട്ടങ്ങ് പോവാം. രാവിലെ നമുക്ക് അരി ഉഴുന്നൊക്കെ അരച്ചു വെച്ച് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പൊ നമ്മൾ അങ്ങ് ദോശയാക്കി കേട്ടോ. കറണ്ട് കളയോ ഇല്ലയോ നമുക്കറിയാൻ പറ്റത്തില്ല, വെള്ളം കയറി കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ കറണ്ടിന്റെ കാര്യം ഒന്നും നമുക്കറിയത്തില്ല കേട്ടോ. എന്താണേലും കറികളൊക്കെ ഓരോ കാര്യങ്ങൾ മാറി മാറി വെക്കാനുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഉണക്കച്ചെമ്മീൻ ഇന്ന് ചിക്കനെ അങ്ങ് സൂക്ഷിച്ച് മാറ്റി അങ്ങ് വെച്ചു. കാരണം എല്ലാം കൂടെ തീർത്താൻ പറ്റുമല്ലോ. അടുപ്പിച്ച് കൂട്ടിയാലും എന്താ അതിനൊരു ഇതല്ലേ, അതുകൊണ്ട് മടുക്കും. നമുക്കും ഇല്ലല്ലോ, ഞാനും അമ്മ ചിക്കൻ കൂടത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മൾ അതിനെ മാറ്റി വെച്ചിട്ട് ഉണക്കച്ചെമ്മീനും മാങ്ങയെല്ലാം കൂടെ കറിയും വെച്ച്, കൊച്ചു പറഞ്ഞു ചിക്കൻ വേണ്ട, പുല്ലൻ പെരട്ടി അങ്ങ് വെച്ചിട്ടുണ്ട്. അതിനെ ഇന്ന് വറക്കാം. എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ, 2-3 ദിവസമൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ, ഫ്രിഡ്ജിനാണ്. അങ്ങനെ നമ്മൾ എടുത്ത് ചൂടാക്കിയത് വീണ്ടും വെക്കാതിരുന്നാൽ മതി. കുറച്ച് ചൂടാക്കാം. അതും പുല്ലൻ വറുത്ത ഉണക്കച്ചെമ്മീനും മാങ്ങയെല്ലാം കൂടെ ഉള്ള കറി. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു തോരനോ മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും ഒപ്പിക്കാം അല്ലേ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കറിയുടെ കാര്യം. ഞാൻ വിചാരിച്ച് മുട്ട എടുത്ത് തോരൻ വെച്ച് ഇച്ചിരി തക്കാളിയും കൂടെ ഇടാം. ചള്ളാസ് മതി, ഇങ്ങനൊക്കെ മതി വെള്ളപ്പൊക്കത്തിലല്ലേ. നമ്മൾ മിക്കവാറും കിടക്കാൻ ഇതൊക്കെ ആയിട്ട് പോകുന്നു നിങ്ങൾ ആരും വിചാരിക്കണ്ട കേട്ടോ. ഞങ്ങൾ പോത്തില്ല, ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും. പാവങ്ങൾ എല്ലാവരും തിരക്കുന്നുണ്ടല്ലോ വെള്ളപ്പൊക്കത്തിന്റെ കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഇന്ന് നമുക്ക് എല്ലാവർക്കും റെഡ് അലർട്ട് അല്ലേ പ്രഖ്യാപിച്ചേക്കുന്നത്. വെള്ളം അങ്ങ് ഭയങ്കരമായിട്ട് കൂടിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗേറ്റിന്റെ അവിടുന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് മുമ്പോട്ട് കയറിയിട്ടുണ്ട്. ഒത്തിരി എല്ലാ പ്രാവശ്യവും കയറുന്ന പോലെ സ്പീഡിലല്ല ഇത്തവണ വെള്ളം കയറുന്നത്. അതാണ് എല്ലാവർക്കും ഒരു പേടി. കാരണം സ്പീഡിൽ വന്നാൽ സ്പീഡിൽ ഇറങ്ങി പോകുന്നുള്ളതാണ്. പക്ഷെ വെള്ളം അങ്ങനെ സ്പീഡിലല്ല വരുന്നത്, പതുക്കെയാണ് വരുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുമായിരുന്നു. ഇപ്പൊ മോന്റെ കൂട്ടുകാരൻ അക്ഷയ് വിളിച്ചു. വിജാന്റി ഞാനങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് നോക്കാം, അവർക്ക് വള്ളമുണ്ടേ. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ട് നമ്മൾ പറഞ്ഞാലൊക്കെ വള്ളം കൊണ്ട് വരും. പാവം പിന്നെ മോൻ, ഞാൻ ഇവന്മാരോടും പറയും അതിൽ കൂടെ ചെന്ന് വല്ല ആവശ്യമുണ്ടെ വാങ്ങിക്കണം. നമുക്ക് പിള്ളേരെ വെറുതെ അങ്ങനെ, അവനാണെങ്കിലും തിരക്കി വരുന്ന കേട്ടോ, തിരക്കി വരും. അപ്പം ഞാൻ കാണിച്ചു തരാം വള്ളത്തെ വരുമ്പോഴേ. അപ്പം അത് മൂത്ത് കേട്ടോ. കഥയൊക്കെ പറഞ്ഞ് എല്ലാം അരച്ചു വെച്ചു രാവിലെ. എന്നാന്നറിയാവോ, ഉണക്കച്ചെമ്മീനൊക്കെ നേരത്തെ അരച്ചു വെച്ചു. കാരണം കരണ്ട് എപ്പോഴാണ് കളയുന്നത്, ട്രാൻസ്ഫോമർ വെള്ളത്തിലോട്ട് മുങ്ങാറാവുമ്പോൾ കരണ്ട് ഓഫ് ചെയ്യും. ശരിക്കും ഓഫ് ചെയ്യണ്ടേ.
ജനങ്ങളെ രക്ഷിക്കണ്ടേ അല്ലേ? ചുമ്മാ കരണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് കാര്യമുണ്ടോ? കാര്യങ്ങളൊന്നോ. ഞങ്ങളുടെ അങ്ങോട്ട് ചുങ്കത്തോട്ട് പോകുന്നിടത്തെ കുറേ വീടുകൾ വെള്ളത്തിലായി പോകും. അവരുടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിസിറ്റിയുടെ ഇതൊക്കെ പിന്നെ വെള്ളത്തിനടിയിലാകുമ്പോൾ അവിടെ ഓഫ് ചെയ്യും, നമ്മുടെ കരണ്ട് ഓഫ് ചെയ്യും. അങ്ങനെയാണ് നമുക്കും ഒക്കെ കരണ്ട് പോകുന്നത്. ഒരു കൊല്ലം ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇത്രയും വീട്ടുകാർക്കിട്ട് അവരുടെ മാത്രം ഓഫ് ചെയ്തിട്ടു. ഇനിയിപ്പോൾ എങ്ങനെയാ ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നമ്മളെപ്പോഴും തയ്യാറായിട്ടിരിക്കുക അല്ലേ? ഏത് നിമിഷവും തയ്യാറായിട്ടിരിക്കുക. ഞാൻ എൻ്റെ പരിപാടി എങ്ങനെയാണെന്നറിയാം. ഞാൻ നേരത്തെ എല്ലാം വെള്ളപ്പൊക്കം വരുമ്പോൾ എല്ലാം തയ്യാറാക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആദ്യമായിട്ട് തന്നെ വള്ളം എവിടെ ഉണ്ട്? ഞങ്ങളുടെ കൗൺസിലർ സെൻസി ചേച്ചിയുടെ അടുത്ത് ഞാനിന്ന് വാട്സപ്പിൽ മെസ്സേജ് വിട്ടു, ചേച്ചി എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ ചേച്ചി എൻ്റെ നമ്പറൊക്കെ തന്നേക്കണം. നമുക്ക് പറയാൻ പറ്റുമോ ഏത് സമയത്ത് ആൾക്കാർക്ക് ആവശ്യം വരുന്നതെന്ന് അല്ലേ? അപ്പൊ ചേച്ചി ഞാനൊരു വെള്ളമുണ്ട്, ഞാൻ എൻ്റെ നമ്പർ ഇട്ടേക്കാന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നേ വെള്ളമായി. പിന്നെ മോൻ്റെ കൂട്ടുകാരന് വെള്ളമുണ്ടേ, ചേട്ടൻ്റെ കൂട്ടുകാരന് വെള്ളമുണ്ടേ, എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെക്കണം. പിന്നെ നമ്മുടെ ഒരു ബാഗിനകത്ത് നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ, നമ്മുടെ എന്തൊക്കെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് കാർഡുകൾ, ഇമ്പോർട്ടൻ്റ് സാധനങ്ങളെല്ലാം 2018 ആ ബാഗിലാക്കി വെച്ചേക്കുക. അതുകൊണ്ട് പിന്നെ വെള്ളപ്പൊക്കം എന്തെങ്കിലും ഒരു അലാറം എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതെടുത്തോണ്ട് മാത്രം പോയാൽ മതി. ബാക്കിയല്ല നമ്മുടെ ഡോഗ്സിനെയൊക്കെ എല്ലാത്തിനും അവിടെ കൊണ്ടുപോകാൻ പറ്റുമോ? പാവങ്ങൾ. പക്ഷെ കൂട്ടിനകത്ത് ഇടത്തില്ല, തുറന്നു വിട്ടേക്കും കൂട്. അല്ലാണ്ട് എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ലല്ലോ. ഒരു എന്താ പെട്ടെന്നുള്ള ഇതിനാട്ടോ. അല്ലാണ്ട് പതുക്കെ തോന്നാൻ എങ്ങനെയൊക്കെ കൊണ്ടുപോകും. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ കേട്ടല്ലോ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇതൊക്കെ തയ്യാറാക്കി വെച്ചോ നിങ്ങളും എല്ലാവരും, വെള്ളമുള്ളവരെല്ലാവരും. അപ്പം അതാണ് അതിന്റെ കാര്യങ്ങൾ. ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ, അല്ലാണ്ട് പേടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ അമ്മ മരുന്നിന് വെപ്രാളാണ്. അപ്പൊ 5 ദിവസത്തേക്കും കൂടെ ഈ മരുന്നുണ്ട്. അപ്പൊ 2-3 ദിവസമായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാലോ, ഏതെങ്കിലും എനിക്കിഷ്ടമാതിരി പിള്ളേർ സെറ്റ് നല്ല പിള്ളേരുടെ കൂട്ടുകാരന്മാർ ഇവരെല്ലാം നല്ല സപ്പോർട്ടാണ്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് സംഭവം കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞവിടെ പിടയ്ക്കാതിരി സമയമാകുമ്പോൾ എത്തും എന്ന് പറഞ്ഞു മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര്. അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്കിതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വെള്ളം നോക്കിയിരിക്കാം അല്ലേ? നമ്മുടെ അക്ഷയ് കൂട്ടന്റെ വള്ളം ദാവൻ കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നു കേട്ടോ. പാവമുണ്ട് കണ്ട, അമ്മുമ്മയ്ക്കാണ് ജീവൻ കേട്ടോ. അയ്യോ എൻ്റെ പൊന്നേതേ കണ്ട വള്ളം. അപ്പം നമുക്ക് ആവശ്യം എന്തായാലും പറഞ്ഞാലാണെങ്കിലും അവനുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇതാട്ടോ. നോക്കിക്കേ, വെള്ളം ദേ ഇവിടം വരെ ആയി കേട്ടോ. നമ്മുടെ മുട്ടത്തോര റെഡി. പുല്ലനെ ഇതാ വറക്കാൻ ഇട്ടേക്കുന്നു. ഉണക്കച്ചെമ്മീനും മാങ്ങ എല്ലാം കൂടെ കറി വെച്ചു. ചള്ളാപ്പം ഉണ്ടാക്കി വെച്ചു. മതിയില്ലേ വെള്ളപ്പൊക്കത്തിലെ കറികളൊക്കെ? അപ്പം നമ്മുടെ കറികളുടെ കാര്യത്തിൽ തീരുമാനമായി കേട്ടോ. അപ്പം നമുക്ക് പിന്നെ അപ്പൊ ഇന്നലെ വീഡിയോ ഇട്ടായിരുന്നല്ലോ ഞാൻ ഉപ്പിന്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇത് എപ്പോഴാണ് മാറ്റേണ്ടതെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഉപ്പിനെ നമ്മൾ മാറ്റേണ്ടത് 1 മാസം ആവുമ്പോൾ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കതിനെ ആ ഉപ്പിനെ വെള്ളത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട്, സിങ്കിൻ്റെ അടുത്ത വെള്ളം ഒഴിച്ചിട്ട് സിങ്കിലോട്ട് അത് അലിയിപ്പിച്ചങ്ങ് ഒഴിച്ച് കളയാം. അതിനകത്ത് വയമ്പും മഞ്ഞളും ജലാശയമുണ്ട്, നാറൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങോട്ട് വലിച്ചെറിയാം. അതല്ല ആരും തൊടാത്ത എവിടെയെങ്കിലും മരച്ചുവട്ടിലോ എടുത്ത് കളയല്ലേ കേട്ടോ, അവിടെ കൊണ്ടിടണം. മരച്ചുവട്ടിലോ വെള്ളമുള്ളവർ വലിച്ചെറിയുന്ന ഏറ്റവും തന്നെ. എനിക്ക് വെള്ളമുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഇത് എനിക്കറിയില്ല. ഇങ്ങനെ ചെയ്യാം, എവിടെയെങ്കിലും മരച്ചുവട്ടി കൊണ്ട് മാറ്റിയിടാം, ആരും തൊടാത്തടത്ത്. ഞാൻ ആറ്റിലോട്ടാണ് കളയുന്നത്. അപ്പോൾ അതൊരു സൂപ്പർ ഐഡിയ ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ചെയ്യേണ്ടത് അതിനാന്ന് വെച്ചാൽ പിറ്റേ ചൊവ്വയോ വെള്ളിയോ ദിവസങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും ഉചിതം. വെള്ളിയാഴ്ച രാവിലെ 6 തൊട്ട് 7 വരെയുള്ള സമയം നല്ല സമയം കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുണ്ട് 1 തൊട്ട് 2 വരെയുള്ള സമയത്ത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലുണ്ട് 8 തൊട്ട് 9 വരെയുള്ള സമയത്ത്. ഇതേതെങ്കിലും സമയം നിങ്ങൾക്ക് അത് വീണ്ടും ഇതുപോലെ തന്നെ നിറച്ച് പറഞ്ഞ പോലെ പ്രാർത്ഥനയോടുകൂടി ചെയ്യാം. ഇപ്പം അതെല്ലാം മനസ്സിലായല്ലോ? മനസ്സിലാക്കി തന്നില്ല നിങ്ങൾ പൊട്ടത്തരൊന്നും കാണിക്കല്ലേ. ഇനിയിപ്പം അടുത്തൊരു വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരടിപൊളി നല്ല ഇതുപോലെ തന്നെ നമുക്ക് നല്ല സന്തോഷം വരാനും ഏറ്റവും നല്ലത് നമ്മൾ എന്തിനാ മുൻതൂക്കം കൊടുക്കണ്ടേ? നമ്മുടെ പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്
അത്യുത്തമമാണെന്ന് നമ്മുടെ പല പൂർവികന്മാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കും അറിയാം, നമ്മുടെ ജ്യോതിഷന്മാർ വരെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് എടുത്താലും അതിനകത്തും ഉണ്ട് ഇഷ്ടംമാരെ ആൾക്കാർ പറഞ്ഞ ആ ഒരു പറഞ്ഞത് വെച്ച് ഞാൻ അപ്പം തൊട്ട് തന്നെ ഇത് ചെയ്യാൻ തുടങ്ങി. എന്താണേലും എനിക്ക് നല്ല ഒരു ഇതാണ് വന്നു ചേരുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്കിവിടെ എന്താണേലും നായ്ക്കൾ എത്ര പേരാണ്. നമ്മുടെ ഇക്രു ഉണ്ട്, പക്രു ഉണ്ട്, നീലു ഉണ്ട്, നിക്കിയുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഞാൻ കണ്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. എന്താണേലും ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു അടിപൊളി കാര്യങ്ങളാണിത്. എന്നാന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടില്ല. ഫസ്റ്റില് നമ്മൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ഭൈരവമൂർത്തിയുടെ അമ്പലം ഉണ്ടല്ലോ, മുത്തപ്പന്റെ, അപ്പൊ അങ്ങനെയുള്ള അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോകുന്നതല്ല. അതല്ല, അങ്ങനൊന്നുമില്ല, ഭഗവാന്റെ അടുത്ത് എന്ന് പറയുക. നമുക്കെല്ലാ കഷ്ടതകളും നമുക്കെല്ലാം മാറ്റിത്തരണേ. നമുക്ക് വീട്ടിൽ നല്ല ഐശ്വര്യം ഉണ്ടാവണം. ധനങ്ങളുണ്ടെങ്കിലല്ലേ, സമ്പത്തുണ്ടെങ്കിലല്ലേ മുമ്പോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ. എല്ലാവരും പറയും ഓ സമ്പത്തില്ലേലും വേണ്ടല്ലോ, കുറച്ച് ഐശ്വര്യങ്ങളും കുറച്ച് ആരോഗ്യമൊക്കെ തന്നാൽ മതി. ഇത് മാത്രം തന്നോണ്ടിരുന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? കുറച്ചൊക്കെ സമ്പത്തില്ലാതെ നമുക്ക് പറ്റുമോ? കുറച്ച് നമ്മുടെ വരുമാനം നമുക്ക് മുമ്പോട്ട് ജീവിക്കാനുള്ള കുറച്ച് സ്വത്തുകളും നമുക്ക് കുറച്ച് പണങ്ങളും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിലല്ലേ നമുക്ക് പറ്റുമോ? അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടി അടിപൊളി ഒരു വഴിപാട് ഇത് കേട്ടോ. എന്നാണേലും എനിക്ക് ഐശ്വര്യ കേട്ടോ അതൊക്കെ ചെയ്തു വന്നിട്ട്. അപ്പൊ പറഞ്ഞുതരാം. ഫസ്റ്റിലെ നിങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാന്മാരുടെ അമ്പലമില്ലേ, അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്താഗ്രഹം, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം, നല്ല ഐശ്വര്യമായിട്ട് കഴിയണം, പൈസ ഒത്തിരി വരാനല്ല നമ്മൾ അവിടെ ചെന്ന് പറയണ്ടേ, നമ്മൾ ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് ഇങ്ങനെ പോകണം, ഐശ്വര്യം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ വീട്ടിൽ വന്ന ഏത് ദിവസമാണെന്നറിയാവോ നമ്മൾ ഈ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ വെളുത്തവാവ് കഴിഞ്ഞ മാസത്തിൽ വെളുത്തവാവ് വരത്തില്ലേ, വെളുത്തവാവ് കഴിഞ്ഞിട്ടുള്ള 8ാമത്തെ ദിവസം, അത് അടിപൊളി ദിവസമാണ്. ഭൈരവമൂർത്തിയെ നമുക്ക് പ്രാർത്ഥിക്കാൻ നല്ല ഒരു ദിവസമാണത്. അന്നേരം വേണം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അന്നേരം വേണം നമ്മുടെ നായ്ക്കൾക്ക് ആഹാരം കൊടുക്കാൻ. അപ്പൊ ഈ വെളുത്തവാവ് കഴിഞ്ഞുള്ള 8ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നായ്ക്കളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉചിതമായ 3 ആഹാരങ്ങൾ നമുക്ക് കൊടുക്കാം. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടാട്ടോ, അല്ലാണ്ട് അയ്യോ അത് അവരുടെ വീഡിയോയിൽ കണ്ടായിരുന്നു, ഞങ്ങൾ ഇത് കണ്ടായിരുന്നു, ഇതുകൊണ്ട് കണ്ടതാന്ന് പറഞ്ഞാൽ ആൾക്കാർ പിന്നെ നമ്മുടെ തലയിലോട്ട് കയറി വരും. ഇത് യൂട്യൂബിൽ കണ്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയ കാര്യമാണ്. ആർക്കും ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത കാര്യമാണ് ഇത് ചെയ്യുന്നത്. നല്ല സൂപ്പറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് 3 സാധനങ്ങൾ നമ്മൾ നായ്ക്കൾക്ക് കൊടുക്കണം. ഏതൊക്കെയായിരിക്കും അത്? ഒന്നാമത്തെ നമ്മുടെ മുത്തപ്പന്റെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുത്തപ്പന്റെ അമ്പലത്തിൽ ചെന്ന് അവിടെ തന്നെ ധാന്യങ്ങളാണ് കൊടുക്കുന്നത്. അവിടെ ചെറുപയറും പുഴുങ്ങിയതൊക്കെ അല്ലേ കൊടുക്കുന്നത് അവിടുത്തെ വഴിപാടെന്ന് പറഞ്ഞാൽ. എന്താ, അതാണ് അവിടുത്തെ മെയിൻ ആഹാരം. മുത്തപ്പന്റെ നായ്ക്കളല്ലേ വാഹനം. നായയാണ് മുത്തപ്പന്റെ വാഹനം, അത് നിങ്ങൾക്കറിയാവോ? നായയാണ് വാഹനം. അതിനാണ് ഈ ഭൈരവമൂർത്തി നമ്മളെ സ്തുതിക്കുന്നത്. കാരണം നായ്ക്കൾക്ക് വേണ്ടി ആഹാരം ഈ ദിവസം തന്നെ കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ എല്ലാ ദിവസവും കൊണ്ടിരുന്നപ്പം ഇതിനകത്ത് എന്താണെന്നറിയത്തില്ല, ഒരു ഇത് വന്നു കേട്ടോ, റീച്ചിങ് വീഡിയോ എന്നൊക്കെ പറഞ്ഞു. അതുപോട്ടെ. അപ്പം ഈ ദിവസം മാത്രം നായ്ക്കൾക്ക് ഈ പറയുന്ന സാധനം കൊടുക്കണം. അല്ലാത്തപ്പം നമ്മൾ നായ്ക്കൾക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. മുത്തപ്പന്റെ വാഹനം നായയാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യങ്ങൾ കൊടുക്കണം. ധാന്യം മീൻസ് ഗോതമ്പ് പൊടിച്ച് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം. ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി നമ്മുടെ നായ്ക്കൾക്ക് കൊടുക്കാം. അത് ഒന്നാമത്തത്. എനിക്ക് എപ്പോഴും ഉണ്ട് ഇവിടെ ഗോതമ്പ് പൊടിച്ച ചപ്പാത്തി വേണം കേട്ടോ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നായ്ക്കൾക്ക് കാച്ചിയ പാല്. അല്ലാണ്ട് ചുമ്മാ നമ്മുടെ നായല്ലെന്നും പറഞ്ഞ് കുറെ പച്ച പാലെടുത്ത് അങ്ങോട്ട് കൊടുക്കുക അല്ല ചെയ്യണ്ടേ. ദൈവത്തിന് തുല്യമായിട്ട് നമ്മൾ അതുങ്ങൾക്ക് കൊടുക്കണം കേട്ടോ. കാച്ചിയ പാല് നമ്മൾ ഈ ദിവസം കൊടുക്കാം. മൂന്നാമത്തെ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ്. മെയിൻ സാധനമാണ് ബിസ്ക്കറ്റ്. ആരോ റൂട്ട് ബിസ്ക്കറ്റ് മതി കേട്ടോ. അതാണ് ഞാൻ മേടിക്കുന്നത്, ആരോ റൂട്ട്. അല്ലാതെ പിള്ളേർക്ക് വരെ നമ്മൾ കുഞ്ഞു വാവയായിരിക്കുമ്പോൾ ആരോ റൂട്ട് ബിസ്ക്കറ്റ് പാലിനകത്ത് വെച്ച് കുഴച്ച് നന്ദൂനും ചന്തൂനും ഒക്കെ തള്ളി വായിക്കാത്തോട്ട് ഇഷ്ടംമാതിരി കൊടുത്തിട്ടുണ്ട്. അറിയത്തില്ല, നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വീഡിയോ റെക്കോർഡ് റീച്ചിങ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് അതിനിടയ്ക്ക് നിർത്തുന്നു കേട്ടോ. അത് പോട്ടെ, ഇനി വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആരോ റൂട്ട് ബിസ്ക്കറ്റ് കുഞ്ഞു വാവകളായിരിക്കുമ്പോൾ തന്നെ കുഴച്ച് ഞാൻ ഇവർക്ക് 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. ആ ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് ഞാൻ ഇതുങ്ങൾക്ക് നായ്ക്കും കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഏത് ദിവസമാണ് ഈ 3 സാധനങ്ങൾ കൊടുക്കേണ്ടത്? ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് വീണ്ടും തെറ്റ് കാണിക്കില്ല, വീണ്ടും പറയുന്നത് ഗോതമ്പ് പൊടിച്ചുള്ള ചപ്പാത്തി 1.
രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ കാച്ചിയ പാല്, അല്ലാണ്ട് കാച്ചാത്ത പാലല്ല, കാച്ചിയ പാല്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ആരോ റൂട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്താൽ മതി. മറ്റുള്ള ബിസ്ക്കറ്റ് ക്രീമും അതും ഇതുമൊക്കെ ചേർന്നല്ലേ. അപ്പോൾ ആരോ റൂട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇത് ഏത് ദിവസം കൊടുക്കണം? മാസത്തില് നിങ്ങൾ കലണ്ടറെ നോക്കണം. കലണ്ടറെ നോക്കുമ്പോഴത്തെ ഇപ്രാവശ്യത്തെ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 19 മെയ് 19 ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയ് 19 കഴിഞ്ഞതിന്റെ വെളുത്തവാവ് കഴിഞ്ഞിട്ടുള്ള 8ാമത്തെ ദിവസമാണ് ഈ ഇത് കൊടുക്കേണ്ടത്. അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ മെയ് 19 ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി വെച്ചേക്കുന്നത് എന്നായിരുന്നു ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ജൂൺ 18. അപ്പം അന്ന് കൊടുക്കണം. അതായത് ആ പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് വെളുത്തവാവ് കഴിഞ്ഞിട്ടുള്ള 8ാമത്തെ ദിവസം കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും പ്രധാനം എന്നല്ല, ഈ ഒരു അഭിവൃദ്ധി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ദിവസം കൊടുക്കണം നായ്ക്കൾക്ക്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ്. നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിക്കോ കേട്ടോ. നിങ്ങളിപ്പം വിചാരിക്കും ഇവളെന്നാ വലിയ എല്ലാം അറിയാവുന്ന ആൾക്കാരാണോ, മറ്റതാണോ, മറിച്ചാണോ? ഇന്നലത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണിയാന്, നമ്മുടെ കൊച്ചുപണിക്കന് നമുക്കിന്ന് പണ്ട് തൊട്ടേ പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ ഇതിനകത്തും വന്നിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിലും ഉണ്ട്, ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനെപ്പറ്റി. പക്ഷെ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനത് നോക്കിയില്ല, കുറച്ച് നോക്കിയപ്പം വ്യത്യാസം തോന്നി. പക്ഷെ എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിട്ട് അമ്മയ്ക്ക് നല്ലത്, അമ്മയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. ഇനി എല്ലാം ഞാൻ ഓരോന്നും വെളിപ്പെടുത്താം നിങ്ങളുടെ അടുത്ത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അല്ലാണ്ട് വേറുള്ള കാര്യങ്ങളല്ല. എനിക്ക് ഒത്തിരി ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒത്തിരി ചില വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം അത് ഇത് ചെയ്യും മറ്റേ എല്ലാം ഒന്നും നമുക്കല്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഒത്തിരി അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ഒന്നുമില്ല. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതാണ്, വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അപ്പത്തോട്ടെ. നമുക്ക് ആർക്കും തണ്ണില്ലാത്ത കാര്യമല്ലേ, പാവങ്ങൾക്ക് അതുങ്ങൾക്ക് എന്നാണേലും നമ്മൾ ദോഷമല്ലല്ലോ ഗുണമല്ലേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ദുരിതം മാറിക്കിട്ടും. എല്ലാം മാറ്റി ഈ ദിവസം ഈ ഒരു ദിവസം നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ദിവസം പ്രാർത്ഥിച്ച് വേണം കേട്ടോ, അമ്പലത്തിൽ പോയി ഭഗവാനെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ ദുരിതങ്ങൾ മാറും, കഷ്ടപ്പാടുകൾ മാറും. ഒത്തിരി കടവും കയറി ഇറങ്ങി നടക്കുന്നവർക്കാണെങ്കിൽ കടബാധ്യതകളെല്ലാം പതുക്കെ, അതായത് ആരെങ്കിലും കടബാധ്യത മാറുമെന്നും പറഞ്ഞ് ഇത് പോയി ചെയ്തിട്ട് കുറെ ആൾക്കാർ വന്ന് കടം തീർക്കുമെന്നല്ല. നമുക്ക് എന്തെങ്കിലും ഒരു കടം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തരണം ചെയ്യും. നമുക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകും, കുടുംബത്തില് മനസമാധാനം, ഇതെല്ലാം ഉണ്ടാകാനുള്ള ഒരു നല്ലൊരു കാര്യം കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായ്ക്കൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ നായകളില്ലാത്ത ഒരു വീട്ടിൽ എല്ലാവർക്കും നായൊക്കെ കാണും, ഇല്ല. അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ തെരുവ് നായ്ക്കൾ ഓടി നടക്കത്തില്ലേ, അവർക്ക് കൊടുക്കാം കേട്ടോ. നമുക്ക് നായ തന്നെ വേണമെന്നൊന്നുമില്ല, തെരുവ് നായകൾക്ക് കൊടുക്കാം, അതിനും നമുക്ക് ഗുണമാണ്. അത് മിക്കവരും ഞാൻ ഇപ്പൊ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലേ നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മള് നായയൊക്കെ കാണുമ്പോ എന്നെ കല്ലെടുത്ത് ഓടിച്ച് ഒരു വെട്ടമൊക്കെ കാണുന്നുണ്ട് കേട്ടോ, നല്ലൊരു വെട്ടമൊക്കെ കാണുന്നു. നമ്മുടെ ഭഗവാൻ ഇത് സൂര്യഭഗവാൻ വരുന്നുണ്ട്. കല്ലെടുത്ത് ഓടിക്കുമ്പോ പട്ടി എന്നും പറഞ്ഞ് കരഞ്ഞ ഒറ്റ ഓട്ട. ഇന്നിപ്പം ഞാനൊന്നും അന്ന് ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ, പൂച്ച ഉപദ്രവിക്കില്ല, പട്ടി ഉപദ്രവിക്കില്ല, ഒന്നിനും ഉപദ്രവിക്കത്തില്ല. എനിക്ക് ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ ഇപ്പോഴും അതെ. കാക്ക വരെ ഞാൻ വീട്ടിൽ വെച്ച് വളർത്തിയിട്ടുള്ള ആളാണ്. ചേച്ചിമാർക്കൊക്കെ അറിയാം, അവളന്മാരെന്നെ കളിയാക്കുകയും ചെയ്യും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ പറയുവാണേ, നമ്മുടെ നായയൊക്കെ കാണുമ്പോൾ എല്ലാവരും വഴിയിലാണെങ്കിലും അവരതിന് ചോറൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. യൂട്യൂബിൽ വരുന്ന നായയുടെ ഓരോ കാര്യങ്ങൾ ഇപ്പം നായകളുടെ ഒരു ഭാഗ്യമാണ് കേട്ടോ ഇനിയുള്ള കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് തെരുവ് നായ്ക്കളൊക്കെ ചുമ്മാ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കും. ഇപ്പൊ തെരുവ് നായൊക്കെ കണ്ടാൽ ഓരോരുത്തരൊക്കെ പിടിച്ചു പോയി കുളിപ്പിച്ച് അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഒക്കെയാണ് അവർ ഓരോന്ന് ചെയ്യുന്നത് അല്ലേ. പണ്ടത്തെ ആ രീതി അതൊക്കെ ഓർക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് നല്ലത്. പണ്ടത്തെ ഓർത്താ അതും ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുന്ന ആൾക്കാരായിരുന്നു പണ്ട് ഈ നായകളെയൊക്കെ. ഇപ്പൊ അങ്ങനെയല്ല. എനിക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് നായയൊക്കെ കാണുമ്പോൾ എല്ലാവരും എന്തൊക്കെയാ ചെയ്യുന്നതല്ലേ. അതുങ്ങൾക്ക് ചോറ് വാങ്ങിച്ചു കൊടുക്കുക, അതുങ്ങളെ സംരക്ഷിക്കുക, ചിലവർക്ക് നായയുടെ ഇഷ്ടമുള്ളവർ അതിനെ വീട്ടിൽ കൊണ്ട് വളർത്തുക, ഇതൊക്കെ നല്ലതാട്ടോ. ശരിക്കും ഇതൊക്കെ ഇപ്പോഴാണ് അറിവ്. പണ്ടുള്ള ആൾക്കാർക്ക് ഒത്തിരി അറിവൊന്നുമില്ല ഇതിനെപ്പറ്റി. ഇപ്പൊ അറിയാം, മുത്തപ്പന്റെ വാഹനാന്നൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ നായകളെയൊക്കെ സംരക്ഷിക്കുന്നത് അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. എന്താണേലും ആർക്കും ദോഷം വരത്തില്ല, എല്ലാവർക്കും ഉയർച്ച വരത്തുള്ളൂ ഇത് ചെയ്യുന്നതുകൊണ്ട്.
അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.